السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാര്, മറ്റു പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കൾ, മറ്റു വേദിയിൽ സന്നിധരായ നേതാക്കൾ, മാഹിലിയുടെ അങ്കണമുറ്റത്ത് കലയുടെ മഹാമഹം പെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ചർച്ച ചെയ്യാൻ ഏറ്റവും അനിവാര്യമായ, എന്നാൽ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായ കാലിക പ്രസക്തമായ ഫലസ്തീൻ കരയേറുന്ന വിഷയത്തെ പറ്റിയാണ് ഇവിടെ നിങ്ങളുമായി ഞാൻ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പടച്ചറപ്പ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങള് പറയുന്നത് അല്ലാഹു തആല സുബ്ഹാനല്ലാഹു തആല മുഅ്മിനീങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന്, അവരുടെ ഈമാനിന്റെ തോത് എത്രയുണ്ടെന്ന് അറിയാൻ, അവരുടെ ദൃഢനിശ്ചയം എങ്ങനെയാണെന്ന് അറിയാൻ, അവർ ഈമാനിൽ നിന്ന് ചായ്വുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഇന്നത്തെ സാഹചര്യം നാം അതിലൂടെയാണ് കടന്നു പോകുന്നത്. ലോക മുസ്ലിമീങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അങ്ങനൊരു പശ്ചിമേഷ്യയില് കാലങ്ങളായി നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചു വരുന്ന യാതനകളും വേദനകളും ഉണ്ട്. ഇതിന് കുഞ്ഞുങ്ങളടക്കം അവര് കാലങ്ങളായി ധാരാളം പ്രയാസങ്ങൾ സഹിച്ചാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ചില രാഷ്ട്രങ്ങളുടെ അധിനിവേശങ്ങൾക്ക് ഇരകളാകുന്ന കുഞ്ഞുങ്ങളാണ് ഇന്ന് ഫലസ്തീനുള്ളത്. പിറന്നു വീഴുന്ന സ്വന്തം ജന്മനാട്ടിൽ നിന്ന്, തന്റെ പിറന്നു വീണ മണ്ണിൽ നിന്ന് തന്നെ നാടുകൊടുത്തി താൻ സുരക്ഷക്കായി പടുത്തുയർത്തിയ വീട്ടിൽ നിന്ന് പുറത്താക്കി ഒടുക്കം എല്ലാം നഷ്ടപ്പെട്ട് അലിയേണ്ടി വരുന്ന ധാരാളം ഫലസ്തീനുകളുണ്ട്. കെട്ടിടത്തിന് അടിയിലമർന്ന് മരിക്കേണ്ടി വരുന്ന അവസ്ഥ, പിറന്നു വരുന്ന കുഞ്ഞു പോലും ചില ജൂതകാഠാളന്മാരുടെ തൊക്കിൻ നിരകളാകുന്ന അവസ്ഥ, ഇതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിന്റെ മണ്ണിലാണ്. ഇങ്ങനെ ഏതൊരാൾക്കും കേൾക്കാനോ ചിന്തിക്കാനോ കാണാനോ പോലും സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ ഇന്ന് അരങ്ങതറക്കുന്നുണ്ട്. ഈ അവസരം നാം ഫലസ്തീനിന്റെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ ഇസ്രായേൽ കാട്ടാളന്മാർ ജൂതപലിശകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതിലെ ഒളിയ ചണ്ടകളാണ്. അവർ അതിലൂടെ കടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിയ ചണ്ടകൾ പരിശുദ്ധ ഖുദ്സിന്റെ മച്ചു പൊളിച്ചെടുക്കാനുള്ളവരുടെ ഒളിയ ചണ്ടകളാണ്. സത്യവും നീതിയും ധർമ്മവും വിളയാടിയ ഇങ്ങളുടെ ചരിത്ര വേരും തടിയുമുള്ള ചരിത്രത്തിന്റെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പൈതൃകവും കാതലായ പാരമ്പര്യവും ഉയർത്തിക്കാട്ടുന്ന പ്രവാചകരുടെ പാദസ്പർശമേറ്റ വിശുദ്ധ ഖുദ്സിന്റെ മണ്ണിൽ കാലഹരണപ്പെട്ട വേദവും കലാന്തരങ്ങളിൽ രൂപപ്പെട്ട വ്യക്തികളും വലിച്ചുവെച്ചുണ്ടാക്കി ജൂതരാഷ്ട്രമെന്ന ആശയമാണ് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത്. ആദ്യകാലങ്ങളിൽ അത്തരം സയൻസിസ്റ്റ് ആശയങ്ങൾ വലിയ വളർച്ച വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് യൂറോപ്പും അമേരിക്കയും പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ മുലപ്പാലും പിടിച്ച് പലർത്ത് പന്തലിച്ച സയൻസത്തെയാണ് ലോകം കണ്ടത്. അവർ വർഗീയതയുടെ വിഷം ചിന്തിച്ച് ഫലസ്തീനിലെ മക്കളെ മാറുമുളർത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇത്തരം അവസരത്തിൽ ഫലസ്തീനു വേണ്ടി നാം ദ്വാ ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.